മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ഇത്രയും വലിയ പകുതി വില തട്ടിപ്പരങ്ങേറിയിട്ടും കേരളത്തിൽ അടുത്ത കാലത്തെ മഴയത്ത് പൊട്ടിമുളച്ച അഴിമതി വിരുദ്ധ തകര വാ തുറക്കാത്തത് എന്തേ എന്ന് ആലോചിക്കുകയായിരുന്നു. മൂവാറ്റുപുഴയാകുമ്പോൾ പറയണ്ടല്ലോ, നമ്മുടെ PVC കുഴലേ, പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തൊരു കുഴലാണല്ലോ. അതായത് നാട് നീളെ നടന്ന് അഴിമതി നടത്തുക, എന്നിട്ട് അഴിമതി വിരുദ്ധ പോരാട്ടക്കാരനാകാൻ പിണറായിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും 4 ഡയലോഗ് അടിക്കുക. അങ്ങനെ സംഘികളുടെയും കുറച്ച് പിണറായി വിരോധികളുടെയും കയ്യടി നേടിക്കൊണ്ട് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന അപ്പോസ്തലൻ വായ് തുറക്കാത്ത കാര്യമെന്താണെന്ന് റിപ്പോർട്ടർ ചാനലിലെ ഈ വാർത്ത കേട്ടപ്പോഴാണ് പിടികിട്ടിയത്. അനന്തകൃഷ്ണനാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത്. NGO ഫെഡറേഷൻ്റെ കോർഡിനേറ്ററാണ് പുള്ളി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവർ വിളിച്ചു, നമുക്ക് ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യണം. അവിടെ എല്ലാവരും മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ വിളിച്ചു. ആ ടൗൺ ഹാളിൽ മൂവാറ്റുപുഴ MP ഡീൻ കുര്യാക്കോസ്, മൂവാറ്റുപുഴ MLA, അവിടുത്തെ മൂവാറ്റുപുഴ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ, അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ അവിടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അവിടെ ആ വിഷൻ എടുത്തറിയാം. ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച ഡീൻ കുര്യാക്കോസ് ഉണ്ടായിരുന്നു, മാത്യു കുഴലാൻ ഉണ്ടായിരുന്നു, മൂവാറ്റുപുഴയുടെ ചെയർമാൻ എൽദോസ്. ഇതിൽ MLA യുടെ MP യുടെ ഇതുമായി ബന്ധപ്പെട്ട ചെയർപേഴ്സന്റെ ഒക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു.